ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Mathew's കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് ഞാൻ പീച്ചിങ്ങ പരിപ്പ് കറി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ പീച്ചിങ്ങയുടെ ഒരു ഫാമിലിയാണ്. ഇവിടെ ഇതിന് സ്പോഞ്ച് ഗാർഡ് എന്നാണ് പറയുന്നത്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. ഇങ്ങനെ നല്ലതായിട്ട് ഞെങ്ങുന്ന അതാണ് അതിൻ്റെ പാകം. അങ്ങനെ അന്നേരം പറിക്കണം. ഇങ്ങനെ മൂത്ത് പോകാൻ അത് പറിക്കാതിരിക്കുകയെന്നല്ല. അതിൻ്റെ ആ സ്കിൻ ഉണങ്ങി കഴിയുമ്പം കിച്ചണിൽ പാത്രം കഴുകാനൊക്കെ സ്ക്രബറായിട്ട് യൂസ് ചെയ്യാം. ഇത് കുറച്ച് നമ്മൾ ചെത്തിയെടുക്കുവാണെങ്കിൽ സവോളയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചേർക്കാമല്ലോ. നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല, ഏറ്റവും അവസാനം ഇട്ടാലും മതി. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങ പരിപ്പ് ഒഴിച്ചുകറിയുടെ ഇൻഗ്രീഡിയൻസ് പറയാം. പീച്ചിങ്ങ പരിപ്പ് ചെറിയ കപ്പ് എടുത്തിരിക്കുന്നത്, തേങ്ങ, ജീരകം, വെളുത്തുള്ളിയുടെ പൊടി എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഫ്രഷ് വെളുത്തുള്ളി 6-7 എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, സവാള കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഉള്ളിയുടെ ഇല എടുത്തിട്ടുണ്ട്, കുഞ്ഞുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് 7 എടുത്തിട്ടുണ്ട്. പച്ചമുളക് ആവശ്യത്തിന് എടുക്കാം, കാര്യം വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ആവശ്യത്തിന് വെള്ളം. പരിപ്പ് ഞാനൊരു 2 മണിക്കൂർ കുതിരാൻ വെച്ചിരുന്നു. അതെടുത്ത് കഴുകി കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചും ഉപ്പും ഇട്ട് നമുക്കത് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവുന്ന സമയത്ത് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇത് പിഞ്ചായതുകൊണ്ട് തന്നെ കുരുവും തൊലിയും ഒന്നും കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടെങ്കിൽ അകം നല്ല സ്പഞ്ചി ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്പോഞ്ച് ഗാർഡ് എന്ന് പറയും. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഈ കറി ആദ്യം കൂട്ടുന്നത്. ഈ ടൈപ്പ് പീച്ചിങ് ആദ്യം കാണുന്നത്. അവരത് വറുത്തരച്ച് വെച്ചായിരുന്നു. അത് നല്ലതായിരുന്നു. പീച്ചിങ്ങയും പടവലങ്ങയും ചുരക്കയും എല്ലാം ഈ സെയിം രീതിയിൽ കറി വെക്കാം കേട്ടോ. എനിക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഒരുപാട് തേങ്ങ ചേർക്കുന്നില്ല. എനിക്ക് പച്ചക്കറിയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്ന പോലെ തേങ്ങ ചേർക്കുന്ന ഇഷ്ടമുള്ളൂ. അരപ്പിന് കൂടുതൽ കൊഴുപ്പ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ തേങ്ങ ചേർക്കാം. പീച്ചിങ്ങ കുറച്ച് മഞ്ഞളും സവോള, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, കുറച്ച് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. പീച്ചിങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. തേങ്ങ അരച്ചത് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തിളച്ച് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പടവലങ്ങയും കുമ്പളങ്ങയും ഒക്കെ പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് പീച്ചിങ്ങയും. ഡയബറ്റിക്കും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് വളരെ ഹെൽത്തി ചോയ്സാണ്. ഫൈബർ കണ്ടൻസ് കൂടുതലുണ്ട്. ഹാർട്ട് ഫ്ലാഷസ് ഉള്ള മെനപ്പോസ് ഒക്കെ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് ശരീരത്തിന് തണുപ്പൊക്കെ കൊടുക്കാൻ നല്ലൊരു വെജിറ്റബിളാണ്. പരിപ്പ് കൂടിയുള്ളപ്പം പ്രോട്ടീനും ഉണ്ടല്ലോ. നമുക്ക് കടുക് തളിച്ച് ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിടുക. കടുക് പൊട്ട് വരുമ്പോൾ തന്നെ ഉലുവയിടുക. കറിവേപ്പില ഇടുക. കുഞ്ഞുള്ളി, പച്ചമുളക്, നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പും ഒക്കെ പാകമാണെന്നൂടെ നോക്കാം. നമുക്ക് കുറച്ച് ഉള്ളിയില ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പീച്ചിങ്ങ പരിപ്പ് റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു. ഇനിയും ഒരു വീഡിയോയുമായി കാണാം.